Good morning. Good morning, ma'am. ഇന്നലെ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതായിരുന്നു ഫസ്റ്റ് വൺ? ഏതായിരുന്നു ഫസ്റ്റ് വൺ? ഏതാ? ഹീമോഡയാലിസിസ്. നെക്സ്റ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. തേർഡ് വണ് CRRT. അതിന്റെ ഫസ്റ്റ് വൺ നമ്മൾ ഹീമോഡയാലിസിസ് ആണ് ഇന്നലെ നോക്കിയത്. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് എ മെത്തേഡ് ഇൻ വിച്ച് ഡയാലിസിസ് മെഷീൻ, അവിടെ നമ്മുടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് ഡയാലിസിസ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിന്ന്, ആ പേഷ്യന്റ് ബോഡിന്ന് ബ്ലഡ് എടുത്ത്, അതാണ് ആ ബ്ലഡ് എടുക്കുന്ന അസസ് സൈറ്റ് ആണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പണിങ്. ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നത്, ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ബ്ലഡ് എടുത്ത് ഈ ഡയാലിസിസ് മെഷീനിലേക്ക് ഇട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലിസറിന്റെ ഹെൽപ്പോട് കൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു? തിരിച്ച് ആ ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അങ്ങനെയുള്ള ഡയാലിസിസ് ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ ഓപ്പണിങ് വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി ഒരു മൈനർ സർജറി അവിടെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെയ്യുന്ന സർജറി 3 ടൈപ്പ് ഓഫ് സർജറി ആണ് ചെയ്യുന്നത് സാധാരണ. അപ്പൊ അതിന്റെ ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല. ഫസ്റ്റ് വൺ AV ഫിസ്റ്റുലയാണ്. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താ? വാട്ട് ഈസ് AV ഫിസ്റ്റുല? AV fistula is a Surgical connection. Surgical connection between an artery and a vein. Artery vein തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷൻ. അത് ആ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ, ദാറ്റ് ഈസ് AV ഫിസ്റ്റുല. അപ്പൊ AV ഫിസ്റ്റുല സാധാരണയായി ആംസിലാണ് ചെയ്യാറ്. ഇനി ആംസിലെ ബ്ലഡ് വെസൽസ് അത്ര ലാർജ് അല്ല, അത് അല്ലെങ്കിൽ നമ്മൾ അത്ര ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെഗിലും ചെയ്യാന്ന് പറഞ്ഞു. ഇതാണ് സാധാരണയായിട്ട് മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് എന്ന് പറയുന്നത് AV ഫിസ്റ്റുലയാന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങും ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ്. ഇവിടെ നോക്കാം, നിങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് സ്ക്രീൻ കാണുന്നില്ലേ? കാണുള്ളേ? ഓക്കെ, മിസ് കാണുന്നില്ല. ഷെയർ ചെയ്ത സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ആരും കാണുന്നില്ലേ? കാണുന്നുണ്ട്. പിന്നെ സ്മാർട്ട് സീയുടെ ഒരു സ്ക്രീൻഷോട്ട് പോലെ ഒരെണ്ണം കിടപ്പുണ്ട്. ഓക്കെ ആയോ? കാണാം. നോക്കാം, AV ഗ്രാഫ്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, AV ഗ്രാഫ്റ്റ് ഈസ് എ കൈൻഡ് ഓഫ് അസസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ്. The graft is normally placed in the arms. ഇതും ചെയ്യുന്നത്
ഈ സർജറിയും ചെയ്യുന്നത് ആംസിൽ തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. ഇനി അത്യാവശ്യമാണെങ്കിൽ ലെഗിലും ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമലി ആംസിലാണ് ചെയ്യണേന്ന് പറഞ്ഞു. ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ്സ് ഇഫ് നീഡഡ്. ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ ലെഗിലും ചെയ്യാം. ആൻഡ് AV graft is the connection of a vein and an artery that uses a hollow synthetic tube, the actual graft. Okay, അപ്പൊ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മള് AV ഫിസ്റ്റുല പറഞ്ഞത് സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ആയിരുന്നു അല്ലെ? അതാണ് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞത്. സെക്കൻഡ് AV ഗ്രാഫ്റ്റ് നോക്കിയേ. AV graft is the connection of the vein and artery. വെയിനും ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്ത് വെച്ചിട്ടാന്ന് നോക്കിയേ? That uses a hollow synthetic tube. ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ട് ആർട്ടറീസും വെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആ പിക്ചറിൽ നോക്കിയേ, അവിടെ ആ ട്യൂബാണ് ആ വൈറ്റ് കളറിൽ കാണപ്പെടുന്നില്ലേ? വൈറ്റ് നിറത്തിൽ വളച്ചു വെച്ചേക്കുന്ന പോലെ അത് ആ ട്യൂബാണ്. ആർട്ടറിയും വെയിനും തമ്മിൽ ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ്. ഓക്കെ, ഇന്നലെ ഹീമോഡയാലിസിസ് വരെ എടുത്തിട്ടുള്ളൂ. ഹീമോഡയാലിസിസ് വരെ എടുത്തിട്ടുള്ളൂ. AV ഫിസ്റ്റുല പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല ഇല്ലേ? ഇല്ല, പറഞ്ഞതായിട്ട് ഓർക്കണില്ല. പറഞ്ഞില്ല മാം. പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാളൊന്ന് പറയോ ഒന്ന് ക്ലിയർ ആയിട്ട്? ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഹീമോഡയാലിസിസ് വരെയാണ് ഇന്നലെ പറഞ്ഞുള്ളൂ. അതെ. സ്റ്റാർട്ടിങ്ങിലായിരുന്നോ ഇന്നലെ? ഇല്ല അല്ലെ? സോറി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞില്ല. ജസ്റ്റ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, കുഴപ്പമില്ല. എന്നാ ഒന്ന് നോക്കിയേ വേഗം. അപ്പൊ നമ്മള് ഡിഫറെന്റ് ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മളെ വാസ്കുലർ അസസ് ആയിട്ട് ആ ഒരു ഓപ്പണിംഗ് വേണമല്ലോ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അസസൈറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV ഫിസ്റ്റുല. ഓക്കെ, and AV fistula is a surgical connection between an artery and vein. ആർട്ടറിയും വെയിനും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷനെയാണ് AV fistula എന്ന് പറയുന്നത്. AV fistula is a surgical connection between an artery and a vein. കണ്ടോ അവിടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന ആ പിക്ചറിൽ നോക്കിയേ, അവിടെ വെയിൻ ആണ് ആ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന, റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ആർട്ടറി. അത് രണ്ടിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ, ദാറ്റ് ഈസ് AV ഫിസ്റ്റുല. എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ഏതാ സർജിക്കൽ കണക്ഷൻ? AV fistula. ഇനി നോക്കിയേ, AV fistula ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. ആമിലാണ് സാധാരണയായിട്ട്, കൈകളിലാണ് ഈ ഫിസ്റ്റുല സാധാരണയായിട്ട് ചെയ്യാറ്. If the arteries in the arms are no longer or healthy enough. ഇനി അപ്പൊ നമ്മുടെ കൈകളിലുള്ള ഈ ആർട്ടറീസ് അത്ര ലാർജ് അല്ല, വലുതല്ലെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഹെൽത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫിസ്റ്റുല നമുക്ക് വേണമെങ്കിൽ കാലുകളിലും ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ കുഡ് ബി ഇൻ ദ ലെഗിലും ചെയ്യാൻ പറ്റും. അപ്പൊ കൈകളിലെ ആർട്ടറി എന്ന് പറഞ്ഞ എന്താ? ധമനികളാണ് ആർട്ടറി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ധമനികൾ. അപ്പൊ ധമനികള് ഈ നമ്മുടെ കൈകളിലുള്ള ഈ ധമനികൾ, ഈ രക്തക്കുഴലുകള് അത്ര ലാർജ് അല്ല, അത്ര ഹെൽത്തി അല്ലെങ്കിൽ ഇത് നമുക്ക് കാലിലും ചെയ്യാൻ പറ്റും, ഫിസ്റ്റുല ലെഗിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ്. ഏറ്റവും നാച്ചുറൽ അസസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. അതായത് പറഞ്ഞേക്കണേ രക്തക്കുഴലുകളിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. ഏറ്റവും നാച്ചുറൽ അസസൈറ്റ് ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് ആസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. ഇത് ബ്ലഡ് വെസലിൽ നിന്നാണ് രൂപപ്പെടുന്നത്. It has the rarest chance of infection and clotting. ഇത് ചാൻസ് വളരെ കുറവ്, ഇൻഫെക്ഷൻ ആവാനോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനോ ഉള്ള
ചാൻസ് ഒക്കെ വളരെ കുറവാണ് ഈ AV ഫിസ്റ്റുല ചെയ്യുന്നത് വഴി. It has the rarest chance of infection and clotting. Clear ആയോ അത്? ഫിസ്റ്റുല. ഓക്കെ ഓക്കെ. മിസ് ഒന്നും കൂടെ പറഞ്ഞു തരാവോ? എനിക്ക് നെറ്റ് ഇടണ്ടായില്ല, ഇപ്പോഴാണ് കണക്ട് ആയ. ഓക്കെ, AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു ആർട്ടറി വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റുല ഒരു സർജറിയാണ്. അപ്പൊ ആർട്ടറീസ് വെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ആംസിലാണ്, കൈകളിലാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇനി ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം, കൈകളിലെ ആർട്ടറീസ് ധമനികള് അത്ര വലുതല്ല, അത്ര ഹെൽത്തി അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ലെഗിലും ഈ ഫിസ്റ്റുല ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആണ് ഇത്. ഇതിന് വളരെ റയറസ്റ്റ് ചാൻസ്, വളരെ ചാൻസ് കുറവാണ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇൻഫെക്ഷൻ ആവാനും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ AV ഫിസ്റ്റുല ചെയ്യുന്നത് വഴി. ഓക്കെ, it has the rarest chance of infection and clotting. സർജറി അല്ലേ, അപ്പൊ അതെന്ന് വെച്ചാൽ ഈ ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ, അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. ബ്ലഡ് ക്ലോട്ട് ആവാനും ഇൻഫെക്ഷൻ ആവാനും ഉള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു അസസ് സൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, ഈസ് എ കൈൻഡ് ഓഫ് അസസ് used for hemodialysis. ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു തരത്തിലുള്ള അസസ് ഏതായിരുന്നു? അപ്പോൾ നമ്മള് AV ഒരു ടൈപ്പ് ഓഫ് സർജറിയാണ് AV ഫിസ്റ്റുല പറഞ്ഞത്. രണ്ടാമത്തെ ആണ് AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റും ചെയ്യാം. is a kind of access used for hemodialysis. ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ്. The graft is normally placed in the arm but may be placed in the leg if needed. ഇത് സാധാരണയായിട്ട് നമ്മൾ എവിടെ ചെയ്യാം? ആമിലാണ് ഈ AV ഗ്രാഫ്റ്റ് സാധാരണ ചെയ്യാറ്. But may be placed in the leg if needed. ഇനി നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ലെഗിലും ചെയ്യാം. ഇനി എന്തെങ്കിലും ചാൻസോടെ നമുക്ക് കയ്യിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ലെഗിലാണെങ്കിലും ചെയ്യാം. And AV graft is the connection of vein and an artery that uses a hollow synthetic tube. അതാണ് ആ ഡിഫറൻസ്. ആർട്ടറിയും വെയിനും തമ്മിലുള്ള കണക്ഷൻ ആണ്. പക്ഷെ എന്ത് വെച്ചാ കണക്ട് ചെയ്യുന്നേ? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ അവിടെ ആ പിക്ചർ നോക്കിയേ, ആർട്ടറിയും വെയിനും തമ്മിൽ എങ്ങനെയാണ് ഒരു ട്യൂബ് വെച്ചിട്ട്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് അവിടെ ആ പിക്ചറിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ആ ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അതിനാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ ഇവിടെ, one end of the tube is attached to an artery. അപ്പൊ ആ ട്യൂബിന്റെ ഒരു വശം ഏതിലേക്കാ അറ്റാച്ച് ചെയ്തേക്കുന്നേ? Attached to one end of the tube is attached to an artery. ഒരറ്റം ആർട്ടറിയിലേക്കും ധമനിയിലേക്കും and the other end of the tube is attached to a vein. അപ്പൊ ട്യൂബിന്റെ മറ്റേ വശം, രണ്ടാമത്തെ വശം ഏതിലേക്ക്? വെയിൻ, സിരകളിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു ട്യൂബ് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന വളഞ്ഞ് വെക്കാവുന്ന രീതിയിലുള്ള ട്യൂബ്, അതിന്റെ ഒരറ്റം ആർട്ടറിയിലേക്കും ധമനിയിലേക്കും ഒരറ്റം വെയിനിലേക്കും സിരയിലേക്കുമാണ് അത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. This connection result in blood flowing from high flow high pressure artery. അപ്പൊ ഈ ഒരു കണക്ഷനില് എന്താണ്? ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാവും. ബ്ലഡിന്റെ ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. അപ്പോ ദ കണക്ഷൻ റിസൾട്ട് ഇൻ ദ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന്, ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ത്രൂ ദ ഗ്രാഫ്റ്റിൽ കൂടെ into the low flow low pressure വെയിനിലേക്ക് ആ ബ്ലഡ് ഫ്ലോ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ കണക്ഷൻ ചെയ്യുമ്പോ എന്താ? ഒരു ഫ്ലോ റേറ്റ് അവിടെ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ നോക്കിയ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ഗ്രാഫ്റ്റിൽ കൂടെ ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യും. എപ്പോഴും ഹൈയിൽ നിന്നല്ലേ ലോയിലേക്ക് പോകുള്ളൂ. ഹൈ ഫ്ലോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യും ഈ ഗ്രാഫ്റ്റിൽ കൂടെ. Consequently, the blood flow through the graft to provide a flow rate
that will supply enough blood to provide a suitable hemodialysis treatment. അപ്പൊ എന്താ അവിടെ ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. അത് തമ്മിലുള്ള ആ കണക്ഷന്റെ ഫലമായിട്ട് ആ ബ്ലഡിന്റെ ഫ്ലോയില് വ്യത്യാസം വരും. അപ്പൊ എന്താ ഇതിന്റെ ഗ്രാഫ്റ്റിലൂടെയുള്ള ഒരു ഫ്ലോ റേറ്റ് അവിടെ വന്നു. അപ്പൊ ഇത് അനുയോജ്യമായിട്ടുള്ള ആ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫ്ലോ റേറ്റ് ആണ്. The graph provide a flow rate that will supply. ആ ഫ്ലോ റേറ്റ് ആ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. And AV graft provide a solution for a small or weak vein. Small weak vein-നുള്ള ഒരു സൊല്യൂഷൻ ആണ് AV graft എന്ന് പറയുന്നത്. Is provide a solution for small or weak vein. ചെറിയ വെയിൻസുകൾ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെയിനൊക്കെ തമ്മിൽ എന്താ പറയുക, നമ്മൾ ആ ട്യൂബിൽ കൂടെ കണക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോ ഇതെന്ന് പറഞ്ഞ ഒരു സ്മോൾ വീക്ക് വെയിനുള്ള ഒരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ അസസ് AV ഗ്രാഫ്റ്റ്. മാം പറഞ്ഞു. അത് ദിസ് കണക്ഷൻ റിസൾട്ടിൻ അവിടെ തൊട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഹൈ ഫ്ലോ ലോ ഫ്ലോന്റെ കാര്യം പറഞ്ഞെന്താ, ഈ ട്യൂബ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ട് ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, ആർട്ടറിയും വെയിനും തമ്മിൽ ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ച് കണക്ട് ചെയ്യും. അതായത് വൺ എൻഡ് ഓഫ് ദ ട്യൂബ്, ആ ട്യൂബിന്റെ ഒരറ്റം ആർട്ടറി അല്ലെങ്കിൽ ധമനിയിലേക്കും അടുത്ത എൻഡ് എന്ന് പറയുന്നത് മറ്റേ വശം വെയിനിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വശം ആർട്ടറിയിലേക്കും കണക്ട് ചെയ്തു, ഒരു വശം വെയിനിലേക്കും കണക്ട് ചെയ്തു. അപ്പോ അതിന്റെ ഫലമായിട്ട് ആ കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താ, ആ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വരും. അവിടെ ഫ്ലോ റേറ്റ്, ബ്ലഡിന്റെ ഫ്ലോ റേറ്റില് വ്യത്യാസം വരും. അപ്പൊ നോക്കി അവിടെ എന്താ, ദ ബ്ലഡ് ഫ്ലോ ഫ്രം ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി. ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് എങ്ങോട്ടാണ്, ത്രൂ ഗ്രാഫ്റ്റിൽ കൂടെ ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ആ ബ്ലഡ് ഫ്ലോ ചെയ്യും. ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ആ കണക്ഷന്റെ ഫലമായിട്ട് അവിടെ എന്താണ്, ആ ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. അപ്പൊ ഈ നമ്മൾ പറഞ്ഞേക്കുന്ന എന്താ, ഫ്ലോയിങ് ഫ്രം ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി. ആർട്ടറിയിൽ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആവും. അപ്പൊ ആ ആർട്ടറിയിൽ നിന്ന് ഗ്രാഫ്റ്റിൽ കൂടെ ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യും. ഈ ഫ്ലോ റേറ്റ് ആണ്, ആ ഫ്ലോയാണ് പ്രൊവൈഡ്സ് will supply the enough blood to provide a suitable hemodialysis treatment. ഈ ഫ്ലോ റേറ്റ് ആണ് ആ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. will supply enough blood to provide a suitable hemodialysis. ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ആ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്, ആ ഫ്ലോ റേറ്റ് ആണ്. ആ ഒരു ഫ്ലോയില് ആ ആർട്ടറിയിലും വെയിനിലും ഉണ്ടാകുന്ന ഫ്ലോ റേറ്റ് ആണ് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ കാരണം. ഓക്കെ, ഈ ഫ്ലോ റേറ്റ് ആണ് അനുയോജ്യമായിട്ടുള്ള ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് വിതരണം ചെയ്യുന്നത്. ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻ. ചെറിയ അതുപോലെ വീക്ക് ആയിട്ടുള്ള വെയിൻസിന് ഒരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കണക്ഷൻ ചെയ്യുമ്പോൾ ട്യൂബ് വഴി ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാവും ഓർക്കുക. ആ ഫ്ലോ റേറ്റ് ആണ് ഈ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഈ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആർട്ടറിയില് ഹൈ ഫ്ലോ ഹൈ പ്രഷറും വെയിനില് ലോ ഫ്ലോ ലോ പ്രഷറും. അപ്പൊ ആ പ്രഷർ വേരിയേഷൻ വരുമ്പോഴാണ്, അതാണ് ആ ഫ്ലോ റേറ്റ് ആണ് ഈ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ആണ്, ഓക്സിജൻ അല്ല, ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്ത് തരാം. ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഷോർട്ട് വീഡിയോ പോലെ നമ്മൾ ഇന്നലെ കണ്ടില്ല, ആനിമേഷന്റെ 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത തേർഡ് വൺ ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. വാസ്കുലർ അസസ് കത്തീറ്റർ. Okay, it is a flexible tube that is placed in a large vein, usually in your neck
only for short term hemodialysis. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം ഹീമോഡയാലിസിസിനാണ് ഈ നമ്മൾ പറഞ്ഞ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ചെയ്യുന്നത്. അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. ആദ്യം സർജറി ചെയ്യും, ഒരു 2-3 മാസം ഒരു അതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 3 മാസം ഒക്കെ 2-3 മാസം ആകുമ്പോഴത്തേക്കും അത് അതിന്റെ വൂണ്ടൊക്കെ ഉണങ്ങും സർജറി ചെയ്തതിന്റെ. എന്നിട്ടാണ് അതിൽ കൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്, ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റില്ല. ഈ സർജറി ചെയ്ത് ഒരുപാട് ഈ രണ്ട് മാസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഉണ്ടല്ലോ. പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട കേസുകൾ, സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല അവിടെ. ഈ സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ, അതായത് കുറച്ചും കൂടി ക്രിറ്റിക്കൽ ആയിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന കേസുകളിൽ വാസ്കുലർ അസസ് കാത്തീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ്. ഇതും എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ, യൂഷ്വലി ഇൻ യുവർ നെക്ക്, only for short time hemodialysis. അപ്പൊ ഷോർട്ട് ടൈം ഹീമോഡയാലിസിന് ഉപയോഗിക്കുന്ന അസസൈറ്റ് ഏതാ? ഷോർട്ട് ടൈം ഹീമോഡയാലിസിന് ഉപയോഗിക്കുന്ന അസസൈറ്റ് ഏതാ? അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ നമുക്ക് ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന കേസുകളിലാണ് ഈ വാസ്കുലർ അസസ് കത്തീറ്റർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇഫ് kindly disease has progressed rapidly, പെട്ടെന്ന് ഡിസീസ് കൂടുകയാണെങ്കിൽ a patient may not have the time for placement for an AV fistula or AV graft before beginning hemodialysis treatment. ഇപ്പൊ നോക്കിയേ, പെട്ടെന്ന് ആ രോഗിക്ക് അസുഖം കൂടി പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണമെന്ന് വരികയാണെങ്കിൽ നമ്മൾക്ക് AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടൂല. ആ സമയത്താണ് നമ്മൾ ഈ വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചല്ല, കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ്, അതിന്റെ എൻഡിൽ നീഡിലുണ്ടാവും. അപ്പൊ ആ സാധനം നമ്മുടെ നെക്കിൽ കൂടെ ഇങ്ങനെ കടത്തി വിടുക ചെയ്യുന്നത്. ഈ കഴുത്തിന്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി, അതാണ് ഈ വെയിൻസിലേക്കൊക്കെ ആ ട്യൂബ് വഴിയാണ് എന്താ ബ്ലഡ് എടുക്കുന്നത്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് അസസൈറ്റ് ആണ്. വാസ്കുലർ അസസൈറ്റ് എന്ന് പറഞ്ഞത് ഇസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് അതിൽ കൂടെ നമ്മൾ കുറെ നാളൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും ഡോക്ടർ? ഈ വാസ്കുലർ അസസ് കത്തീറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് താൽക്കാലികമായിട്ട് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് തന്നെ സർജറിയും ചെയ്യും അവർക്ക്. അപ്പൊ സർജറി ചെയ്ത് ആ വൂണ്ട് ഉണങ്ങി അതിൽ കൂടെ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് അത് ചെയ്ത് എന്താ സർജറി ചെയ്ത് അതിന്റെ വൂണ്ടൊക്കെ മാറി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാറാവുമ്പോഴത്തേക്കും ഇത് മാറ്റും. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ അത് ആ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ നമുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഈ ഡിസീസ് കൂടി കഴിയുമ്പോൾ ഇത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിലാണ് ഈ വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, ഈ വാസ്കുലർ അസസ് കത്തീറ്ററുകളുടെ ഡയാലിസിസ് അത് ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് സർജറിയും ചെയ്യും. AV ഫിസ്റ്റുല ആണെങ്കിൽ അത്, AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ അത് ചെയ്യും. അത് ചെയ്ത് 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ വൂണ്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയാലിസിസ് നോർമലി അതിൽ കൂടെ തന്നെ തുടരാം. അപ്പൊ ഇത് വേണ്ടി വരില്ല. ഓക്കെ, അങ്ങനെ 3 അസസൈറ്റ് ആണ്. അത് ഞാനൊന്ന് ഇപ്പൊ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിടാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയോ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതിന്റെ ഓഡിയോ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും യൂട്യൂബിൽ കയറി ഇങ്ങനെ AV ഫിസ്റ്റുല AV ഗ്രാഫ്റ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് AV ഫിസ്റ്റുല ആണ് കേട്ടോ. AV ഫിസ്റ്റുലയുടെ നോക്കിയോ.
മാം വീഡിയോ ഓൺ ആണോ? അതെ കാണാല്ലോ. കാണുന്നില്ലേ? കാണാം. ഓക്കെ. കാണുന്നുണ്ട്. ഇത് AV ഫിസ്റ്റുലയുടെ ആട്ടോ. ഇനി നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് കയറി ഒന്ന് നോക്കാം. ഇല്ല, എനിക്ക് കാണുന്നില്ല. ഒരുപാട് നേരം കാണുന്നില്ല മാം, സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ല. എനിക്കും കാണുന്നില്ല. ഇല്ലേ? കാണുന്നുണ്ട് ഇല്ല. കാണുന്നുണ്ട്. കാണാൻ പറ്റില്ല. കാണുന്നുണ്ടെന്ന് കാണുന്നില്ല. ചിലരൊക്കെ കണ്ടല്ലോ. അപ്പൊ കാണുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വിഷമിക്കണ്ട. നിങ്ങള് ഈ യൂട്യൂബിൽ കയറിയിട്ട് AV ഫിസ്റ്റുല എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് കിട്ടും. ഇത് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഇത് ഇടാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഒക്കെ ഉള്ളതാ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുപാട് വലിയൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പല ഇതുണ്ട്. നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി നോക്കാം. ഇത് ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത് AV ഫിസ്റ്റുലയുടെയാണ്. രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ്. ഇത് കാണാൻ പറ്റില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് കയറിയാൽ മതി. നമുക്ക് ഒരുപാട് വലിയതേ. രണ്ടാമത്തെ നമ്മൾ പറയണത് ഏതാണ്? ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ആണ് കേട്ടോ. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതാ ഗ്രാഫ്റ്റ്, വെള്ള നിറത്തിലിരിക്കുന്നതാണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. നമ്മൾ ഡയാലിസിസ് ചെയ്തിട്ട് തിരിച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അത് പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് കത്തീറ്റർ എന്ന് പറഞ്ഞത്. ഇതാ നെക്കി കൂടെയാണ് അകത്തേക്ക് കയറ്റുന്നത്. അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റും. ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങള് ഇപ്പൊ കാണാൻ പറ്റാത്തവര് ഒന്നുകൂടി ക്ലിയർ ആയിട്ടൊക്കെ കാണണമെങ്കിൽ യൂട്യൂബിൽ കയറി തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഇതിലേക്ക് അടിച്ചു കൊടുത്താൽ മതിയോ? ഇങ്ങനെ തന്നെ അടിച്ചു കൊടുത്താൽ മതി. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കത്തീറ്റർ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അത് കിട്ടും. അല്ലെങ്കിൽ ഡയാലിസിസ് അടിച്ചു കൊടുത്താലും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോസ് പോലെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആനിമേഷൻ ഒക്കെ പോലെ ഉള്ള കുറെ വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് കയറി നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് വരുന്ന ഷെയർ ചെയ്ത് കാണുന്നില്ലേ സ്ക്രീൻ? ഇല്ല. കാണാനില്ല മാം. ഓക്കെ, ഓക്കെ ശരി.
നമ്മുടെ ഇത് ഇടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ ഇത് സ്ക്രീനിൽ ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. Okay. മാം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അസസൈറ്റ് ആണ്. അത് നിങ്ങൾ ഒന്നുകൂടി കയറി കാണുക കേട്ടോ, യൂട്യൂബിൽ കയറി കാണുക. ഇനി നോക്കിയേ, എ നെഫ്രോളജിസ്റ്റ്, എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. A doctor who is specialized in kidney problem is nephrologist. Or an interventional radiologist, a doctor who utilize medical imaging tools to execute operation and perform this venous catheter placement procedure in a hospital or an outpatient center. ഓക്കെ, ഒന്നില്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനോ എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ദ മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ദ ഓപ്പറേഷൻ ആൻഡ് പെർഫോം വീനസ് കാത്തീറ്റർ പ്ലേസ്മെന്റ്. ഈ വീനസ് കാത്തീറ്റർ പ്ലേസ്മെന്റ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത്. എക്സിക്യൂട്ട് ഓപ്പറേഷൻ ആൻഡ് പെർഫോം ദ വീനസ് കാത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ in hospitals or an outpatient center. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് സെന്ററിലോ ഇത് പെർഫോം ചെയ്യാൻ പറ്റും. The patient get local anesthesia and sedation to be calm and relaxed in the course of this procedure. അപ്പൊ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോഴെന്താ, പേഷ്യന്റ് കാം ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലോക്കൽ അനസ്തേഷ്യ ഓർ ആൻഡ് സെഡേഷൻ ഒക്കെ കൊടുത്ത് പേഷ്യന്റിനെ കാമായി കിടത്തിയിട്ട് വേണം ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, venous catheter are not perfect for long term use. കണ്ടോ, വീനസ് catheter എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് മാത്രമേ ഈ വീനസ് catheter യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. With a venous catheter, a patient may generate a blood clot. എന്തുകൊണ്ടാ? ഈ വീനസ് കാത്തീറ്ററിൽ കൂടെ ഒരുപാട് നാള് നമുക്ക് ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇൻഫെക്ഷൻ, അതുപോലെ ഇൻഫെക്ഷനും ഓർ കോസിങ് വെയിൻ ടു നാരോ, വെയിന് ഇടുങ്ങിയതാവുക. അപ്പൊ പറയുന്ന ആൾ ആദ്യം കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വെയിൻസുകൾ ഇടുങ്ങിയതാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. ലോങ് ടേം യൂസിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ട്, വെയിൻ ടു മാരോ, വെയിൻ ഇടുങ്ങിയതാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. However, if a patient want to start hemodialysis right way, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. Okay, നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാ പറഞ്ഞേക്കണേ. However, if a patient want to start hemodialysis right way, ശരിയായ മാർഗത്തിലൂടെ ആ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ് ഈ വീനസ് കാത്തീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വീനസ് കാത്തീറ്റർ വിൽ വർക്ക് ഫോർ സെവറൽ വീക്സ് ഓർ മന്ത്. 2-3 ആഴ്ചകളോ അല്ലെങ്കിൽ ഒരു മാസോ മന്ത്സ് ഒക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. Till a surgeon can do. ഏത് ടൈം വരെയാ? സർജൻ ഈ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ആ സമയം, ആ സാഹചര്യം വരെ മാത്രമേ വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വർഷങ്ങളോളം ഒന്നും വീനസ് കാത്തീറ്ററുടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോർമലി ആ പേഷ്യന്റ് ആ സർജൻ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റ് സർജറി ഒക്കെ ചെയ്ത് കൊണ്ട് മാറി അതിൽ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന ആ കണ്ടീഷൻ വരെ മാത്രം, അതായത് സെവറൽ വീക്സോ അല്ലെങ്കിൽ മന്ത്സ് മാത്രമാണ് ഈ വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നെക്കി കൂടെ നമ്മൾ ചെയ്യുന്നത് വീനസ് കാത്തീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിനാണ്
യൂസ് ചെയ്യുന്നതാണ് വീനസ് കാത്തീറ്റർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറെ നാൾ നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വെയിനുകള് മാരോ ഇടുങ്ങിയതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കൂടെ ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്നതാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ. നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായോ? AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടറി വെയിന് തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷൻ, രണ്ടും കണക്ട് ചെയ്തേക്കുന്നത്. AV ഗ്രാഫ്റ്റിലാണെങ്കിലോ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ത്രൂ അവിടെ എന്തി കൂടെ കണക്ട് ചെയ്തേക്കുന്നത്? ആ ഹോളോ സിന്തറ്റിക് ട്യൂബ്, അതുവഴി ആർട്ടറി വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി വാസ്കുലർ അസസ് എന്തോ ഗ്രാഫ്റ്റ് അല്ലേ മാം അത്? ഓക്കെ, സോറി, AV ഗ്രാഫ്റ്റ്. ഫസ്റ്റ് നമ്മൾ ഫിസ്റ്റുലയെ പറഞ്ഞത്. ഫിസ്റ്റുല സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ആണ് AV, നമ്മള് ഫസ്റ്റത്തെ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രാഫ്റ്റിലാണ് കേട്ടോ. AV ഗ്രാഫ്റ്റിലാണ് ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. എന്തുപയോഗിച്ച? ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കുന്നു. അത് AV ഗ്രാഫ്റ്റ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞത് വാസ്കുലർ അസസ് കാത്തീറ്റർ. അത് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ സർജറി ഒക്കെ ചെയ്ത് നോർമലി അതിൽ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരെ മാത്രമേ ആ സമയം വരെ മാത്രമേ വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൂന്നും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ 3 അസസ് സൈറ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പെരിറ്റോണിയം. ഹെമോഡയാലിസിസ് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ അത് കഴിഞ്ഞിട്ടാ ജോയിൻ ചെയ്തത്, അതുകൊണ്ടേ. ഓക്കെ, ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ഹീമോഡയാലിസിസ് നമ്മൾ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി, അതായത് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അതിനുള്ള 3 അസസ് സൈറ്റുകളാണ് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് കാത്തീറ്റർ, വാസ്കുലർ അസസ് കാത്തീറ്റർ. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, അതായത് നമ്മൾ പറഞ്ഞു വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്തിട്ട്. ഫിസ്റ്റുലയില് എങ്ങനെയായിരുന്നു? സർജിക്കൽ കണക്ഷൻ, ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ. AV ഗ്രാഫ്റ്റിലാവുമ്പോ സർജിക്കൽ കണക്ഷൻ, ആർട്ടറിയും വെയിനും തമ്മിലുള്ള കണക്ഷൻ ആണ് ത്രൂ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഇനി വാസ്കുലർ അസസ് കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ആ നെക്കിൽ കൂടെ നമ്മൾ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് കാത്തീറ്റർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അസസുകൾ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. PD എന്ന് പറയും. ഇതാണ് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഹീമോഡയാലിസിസ് ഒക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. In peritoneal dialysis, blood is purified inside your own body instead of using a dialyzer machine. ഇവിടെ ഡയലൈസർ മെഷീന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാണ്? ഡയാലിസിസ് ചെയ്യാണ്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ചിട്ട് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. ഇവിടെ വേറെ ഡയാലിസിസ് മെഷീന്റെ ആവശ്യം ഒന്നുമില്ല. നമ്മുടെ വയറിനകത്തുള്ള ആ ലൈനിങ് തന്നെയാണ് ഈ ഈ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് ആക്ട് ചെയ്യുന്നത്. നോക്കി, ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ കോൾഡ് പെരിറ്റോണിയം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ, അതിനെന്താ പറയുന്നേ? ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ, പെരിറ്റോണിയം. Peritoneum. The lining of the abdomen is peritoneum. Peritoneum ആണ് used as filter. അരിപ്പ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ മെഷീന്റെ ആവശ്യം ഒന്നുമില്ല. For this kind of dialysis, the lining of the abdomen or belly area is used as a filter. ഈ അബ്ഡോമൻ, നമ്മുടെ വയറിന്റെ അകത്തുള്ള ആ ഒരു ലൈനിങ്, ഒരു പാളി, അബ്ഡോമന്റെ ആ ഒരു പാളി, അതാണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
Before beginning peritoneal dialysis, a minor surgery is required to place a catheter, a soft tube in your belly. അപ്പൊ എന്താ നമ്മള് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കിയാലും കിട്ടും. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ ആ വയറിന്റെ അകത്തുള്ള ആ ചർമ്മം തന്നെയാണ് ഈ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ചെറിയൊരു സർജറി നടത്തിയിട്ട് ഈ കത്തീറ്റർ ട്യൂബ് വയറിന്റെ അകത്തേക്ക് ഇടും. ഓക്കെ, ഒരു ചെറിയ കീ ഹോള് പോലെ ഒരു ചെറിയ സർജറി നടത്തിയിട്ട് ഈ ട്യൂബ് വയറിന്റെ അകത്തേക്ക് ഇടുക ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കത്തീറ്റർ, ദാറ്റ് ഈസ് സോഫ്റ്റ് ട്യൂബ്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ട്യൂബ്. ഈ ട്യൂബ് വയറിന്റെ അകത്തേക്ക് ഇടും. ഇൻ യുവർ ബെല്ലി, ഏരിയയുടെ വയറ്റിൽ കൂടെ വയറ് തുളച്ചിട്ട് വയറിന്റെ അകത്തേക്ക് ഈ ട്യൂബ് ഇടും. In the course of each treatment, the belly area is little by little filled with the dialysate. A cleansing fluid made from mixture of water, salt and other additives. വാട്ടറും സോൾട്ടും മറ്റുള്ള അഡിറ്റീവ്സ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ അതെല്ലാം കൂടി ഉള്ള ഒരു മിക്സർ, അത് കൂടെ ഈ ട്യൂബിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. അതിനാണ് ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. DIALYSATE. അപ്പൊ ഈ ട്യൂബിൽ കൂടെ ഈ ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറക്കും. ഒരു ബാഗിൽ ഡയലൈസേറ്റ് ഉണ്ടാവും. അപ്പൊ ആ ബാഗിന്റെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? ഈ നമ്മുടെ ആ ട്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ സർജറി ചെയ്ത വയറിൽ ഒരു ട്യൂബ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ട്യൂബിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഡയലൈസേറ്റ് വയറിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ത്രൂ ദ കത്തീറ്റർ. കത്തീറ്ററിൽ കൂടെ വയറിന്റെ അകത്തേക്ക് ആ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു. അപ്പൊ നമ്മുടെ അബ്ഡോമിന്റെ അകത്ത് എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരെന്താ? ഫ്ലൂയിഡ് ഏതാ? ഡയലൈസേറ്റ്. DIALYSA. ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്ത് നിറയ്ക്കുന്നു. As blood flows normally through the area, ആ ഭാഗത്തേക്ക് ബ്ലഡ് വരുമ്പോൾ എന്താ? എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആർ പുൾഡ് ഔട്ട് ഫ്രം ബ്ലഡ് വെസൽ ആൻഡ് ഇൻടു ദ ബെല്ലി ഏരിയ ബൈ ഡയലൈസേറ്റ്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക്, അപ്പൊ വയറിന്റെ അകത്ത് ഡയലൈസേറ്റ് ഉണ്ട്. ആ ഡയലൈസേറ്റ് അവിടെ കിടക്കുന്നുണ്ട് വയറിന്റെ അകത്ത്. അപ്പൊ ആ ഭാഗത്തേക്ക് ബ്ലഡ് വരുമ്പോ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വേസ്റ്റ് ഒക്കെ ആര്? ഈ ഡയലൈസേറ്റ് അബ്സോർബ് ചെയ്തെടുക്കും, വലിച്ചെടുക്കും. കണ്ടോ? നോക്കിയേ, as blood flows normally through the area, extra fluids and waste product are pulled out of the blood vessel. Blood vesselil ninna വലിച്ചെടുക്കും into the belly area by dialysate. ആരാ വലിച്ചെടുക്കുന്നേ? അബ്സോർബ് ചെയ്തെടുക്കുന്ന ആരാ? ഡയലൈസേറ്റ്. ഈ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഫ്ലൂയിഡ് ഡയലൈസേറ്റ് വലിച്ചെടുക്കും. After a few hours, the fluid mixture is emptied out from your belly using the same catheter. അപ്പൊ അങ്ങനെ ഒരു 2-3 മണിക്കൂർ ആ വയറിന്റെ അകത്ത് അത് ഇങ്ങനെ കിടക്കും ആ ഫ്ലൂയിഡ്. അപ്പൊ ആ സമയം കൊണ്ട് എന്ത് ചെയ്യും? ബ്ലഡ് വെസലിലുള്ള വേസ്റ്റുകളൊക്കെ ആ ഫ്ലൂയിഡ് വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറിന് ശേഷം ദ ഫ്ലൂയിഡ് ഈസ് എംബേർഡ് ഔട്ട് ഫ്രം ബെല്ലി ഏരിയ യൂസിങ് ദ സെയിം കാത്തീറ്റർ. ആ സെയിം കാത്തീറ്ററിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് using the same catheter and bag that was used beginning of the treatment. ആ ട്രീറ്റ്മെന്റിന്റെ ബിഗിനിങ്ങില് എടുത്ത ആ ബാഗ്, ഡയലൈസേറ്റ് ഇരുന്ന ബാഗ്, അതിൽ നിന്ന് ആ ബാഗ് തുറന്ന് ആ കാത്തീറ്ററിൽ കൂടെ വയറിന്റെ അകത്തേക്ക് ആ ഫ്ലൂയിഡ് നിറയ്ക്കും, ഡയലൈസേറ്റ് നിറയ്ക്കും. പിന്നെ നമ്മൾ ആ ട്യൂബ് അവിടെ ക്ലോസ് ചെയ്ത് വെക്കും. വയറിന്റെ അവിടെയുള്ള ട്യൂബ് അടച്ചു വെക്കും. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഡയലൈസേറ്റ് വയറിന്റെ അകത്ത് തന്നെ ഇങ്ങനെ കടന്നോളും. ഓക്കെ, വയർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ജോലികൾ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓരോ കുളിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ആ ഡയലൈസേറ്റ് ഫുൾ ആ ബ്ലഡിലുള്ള ബ്ലഡ് വെസലിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഡയലൈസേറ്റ് വലിച്ചെടുക്കും. 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? ആ ആദ്യത്തെ ബാഗില്ലേ, ഡയലൈസേറ്റ് ഇരുന്ന ബാഗ്, ആ ബാഗിലേക്ക് തന്നെ ഈ കത്തീറ്ററിൽ കൂടെ തന്നെ പുറത്തേക്ക് ഡയലൈസേറ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. The peritoneal dialysis can be done almost anywhere if you have the supplies needed to the
ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഈ സപ്ലൈകൾ എവിടേക്കാണ് കിട്ടുന്നത് അവിടെ വേണമെങ്കിൽ ചെയ്യാം. അതാ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡയാലിസിസ് ഉണ്ടെങ്കിൽ മതിയല്ലോ. പിന്നെ ഫസ്റ്റ് നമ്മൾ പോയി ഒരു ചെറിയ സർജറി എടുത്ത് കാത്തീറ്റർ അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ടുള്ളവർക്ക് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡയാലിസിസ് വൈകിന്റെ അകത്ത് കിടന്നു എന്ന് വെച്ച് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് ആ വേസ്റ്റിനെ, ബ്ലഡിലുള്ള വേസ്റ്റിനെ വലിച്ചെടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വന്നിട്ട് ആ കാത്തീറ്ററിൽ കൂടെ തന്നെ ആ ആദ്യത്തെ ബാഗിലേക്ക് തന്നെ നമുക്കത് കളക്ട് ചെയ്ത് പുറത്തേക്ക് കളയാം. ഓക്കെ, അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്, PD. ഓക്കെ, അവിടെ അപ്പൊ ഡയാലിസർ മെഷീൻ ഒന്നും വേണ്ട. നമ്മുടെ അബ്ഡോമൻ ആണ്, അബ്ഡോമന്റെ പെരിറ്റോണിയം എന്ന് പറഞ്ഞ ലൈനിങ് ആണ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പെരിറ്റോണിയൽ ഡയാലിസിസ്? നിങ്ങള് എന്താ പറയാ, നമ്മള് ഒരു ഡയാലൈസേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു മിക്സർ ഉണ്ട്. അത് ഈ കാത്തീറ്റർ വഴി, ട്യൂബ് വഴി വയറിന്റെ അകത്തേക്ക് കിടക്കുന്നു. അത് വയറിന്റെ അകത്ത് 3-4 മണിക്കൂർ അതവിടെ കിടക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷൻ ആണ് നമുക്ക് ഈ ബ്ലഡ് വെസലിൽ നിന്നുള്ള ഈ വേസ്റ്റുകളൊക്കെ ആ സൊല്യൂഷൻ തന്നെ വലിച്ചോളും. നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് വേറെ കാര്യങ്ങളോ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്ത് നടക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഡയാലിസിസ് ആ വേസ്റ്റ് ഒക്കെ വലിച്ചെടുക്കും. 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ കാത്തീറ്ററിന്റെ ട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഈ അബ്സോർബ് ചെയ്തത് ആ മിക്സിന് നമുക്ക് പുറത്തേക്ക് കളയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് അവിടെ പറഞ്ഞേക്കുന്നത്. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസിനെ ഇതൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. പെരിറ്റോണിയൽ ഡയാലിസിസ് വേഗം നോക്കി. ഓക്കെ, ഇനി അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതിനകത്തും നമുക്ക് എക്സ്പാൻഡഡ് ഫോം 3ന്റെ പഠിക്കണം. CAPD, CCPD, IPD 3ന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാ? CAPD-യുടെ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. Then continuous cyclic peritoneal dialysis, CCPD. Continuous cyclic peritoneal dialysis, CCPD. മൂന്നാമത്തെ IPD, intermittent peritoneal dialysis. Intermittent peritoneal dialysis. Okay, first one, continuous ambulatory peritoneal dialysis എന്ന് വെച്ചാൽ does not need a machine. Machine ആവശ്യമില്ല. Exchange can be done 3 to 5 times a day during waking hours. നമ്മൾ ഉണരുന്ന സമയം മുതൽ ഈ 3 to 5 times 3 മുതൽ 5 പ്രാവശ്യം വരെ നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ. മെഷീൻ ആവശ്യമില്ല. നമ്മൾ ഉണർന്ന് ഇരിക്കുന്ന സമയം മുതൽ 3 or 5 പ്രാവശ്യം വരെ എക്സ്ചേഞ്ച് നടത്താൻ പറ്റും. ഇനി കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD എന്ന് പറഞ്ഞ എന്താ?
need the use of a particular dialysis machine that can be used in the home. Okay, ഒരു പ്രത്യേക ഡയാലിസിസ് മെഷീനിന്റെ ഉപയോഗം ആവശ്യമാണ്, മെഷീൻ ആവശ്യമാണ് ഇവിടെ. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, need the use of a particular dialysis machine that can be used in the home. വീടുകളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഡയാലിസിസ് മെഷീന്റെ ആവശ്യമാണ് ഇതിന്. This type of dialysis is performed automatically when the patient is sleeping. എന്താ, ഇത് പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പ്രവർത്തിച്ചോളും. Okay, this type of dialysis is performed automatically when the patient is sleeping. Patient ഉറങ്ങുകയാണെങ്കിലും എന്താണ് ഈ ഡയാലിസിസ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊള്ളും. അങ്ങനെയാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. Use the same type of machine as CCPD. CCPD പോലെ same type of machine യൂസ് ചെയ്യുന്നു, but the treatment will be longer. പക്ഷെ എന്താ ഒരു വ്യത്യാസം, ആ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി നീളമുള്ളതാണ്. ട്രീറ്റ്മെന്റ് will be longer ആയിരിക്കും. IPD can be done at home but is usually in the hospital. IPD എവിടെയാ, വീടുകളിൽ ചെയ്യാം, but is usually in the hospitals. സാധാരണയായിട്ട് ഈ ഹോസ്പിറ്റൽസിലാക്കിയാണ് ഇത് സാധാരണയായിട്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് നോക്കാം. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, അതിന് മെഷീന്റെ ആവശ്യമില്ല, നമ്മൾ ഇരിക്കുന്ന സമയം മുതൽ എക്സ്ചേഞ്ച് നടത്താൻ പറ്റും. രണ്ടാമത്തെ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നീഡ് ദ യൂസ് ഓഫ് പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ. മെഷീന്റെ ആവശ്യമുണ്ട്, അത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും ഡയാലിസിസ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി IPD എന്ന് പറഞ്ഞാൽ എന്താ, യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ. CCPD പോലുള്ള സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആണ്, പക്ഷെ ട്രീറ്റ്മെന്റ് ഈ ഏതാണ് CCPD-നെക്കാളും കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം, വീടുകളിൽ ചെയ്യാം, ബട്ട് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽസ്. അതന്നെ ഹോസ്പിറ്റൽസിലൊക്കെയാണ് ചെയ്യാറ്. The supplies and the equipment needed, duration of each treatment, also known as the exchange, and the number of treatment per day will differ relying on the type of PD you are using and medical condition. ഇനി നമുക്ക് നോക്കിയേ, the supplies and equipment needed. നമുക്ക് ആ സപ്ലൈകള്, ഇത് ചെയ്യാൻ ആവശ്യമുള്ള സപ്ലൈകള് എവിടെയാണ് നമുക്ക് അതിന്റെ ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു ഡേയില് എത്ര പ്രാവശ്യം ഇത് ചെയ്യണം, ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യണം, അതിന്റെ എണ്ണം എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD, പെരിറ്റോണിയൽ ഡയാലിസിസ് ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനെ ബന്ധിച്ച് ഇതെല്ലാം സംബന്ധിച്ച് ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD you are using and your medical condition. പിന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും കൂടി നോക്കും, അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആ ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്തും അതുപോലെ എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. Normally, this process take a few hours and required to be repeated to 6 times per day. Okay, normally this process take a few hours. 3-4 മണിക്കൂറൊക്കെ മതിയാവും. And required to repeated 4 to എത്ര പ്രാവശ്യം ചെയ്യുമെന്ന് നോക്കിയേ, 4 to 6 times per day. ഒരു ദിവസം 4 മുതൽ 6 പ്രാവശ്യം വരെ ഇത് ചെയ്യാൻ പറ്റും. നോക്കി അവിടെ പിക്ചർ കണ്ടോ, നോക്കിയേ, കണ്ടോ, പെരിറ്റോണിയൽ ലൈനിങ്, ആ ലൈനിങ് പെരിറ്റോണിയൽ ക്യാവിറ്റി, അവിടെ നോക്കിയേ ആ ഏറ്റവും മുകളിൽ ഡയാലിസിസ് സൊല്യൂഷൻ ആണ്, ഡയാലിസിസ് സൊല്യൂഷൻ അവിടെ ഇരിക്കുകയാണ് മിക്സർ. അത് നമ്മൾ നോക്കി ഒരു കത്തീറ്റർ ആണ് ആ കാണുന്നത്, അതുവഴി വയറിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. അത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷൻ ഈ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് വേസ്റ്റിനെയൊക്കെ വലിച്ചെടുക്കുന്നു, തിരിച്ച് ഔട്ട്ഫ്ലോ. കണ്ടോ, ഇത് വേറെ ബാഗിലേക്ക് കളക്ട് ചെയ്തേക്കുന്നത് കാണിച്ചേക്കണേ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ച സെയിം ബാഗിലേക്ക് തന്നെ വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പിക്ചർ ഒന്ന് നോക്കി നിങ്ങള്.
ഓക്കെ, ഇനി ഇതും കൂടി ഒന്ന് നോക്കാം വേഗം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പൊ മൂന്നാമത്തെ ഡയാലിസിസ് ആണ്. ഫസ്റ്റ് പറഞ്ഞു ഹീമോ ഡയാലിസിസ്, സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ്, മൂന്നാമത്തെയാണ് CRRT എന്ന് പറഞ്ഞത്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. This therapy is mainly in the intensive care unit for the people with a severe kidney failure. നമ്മൾ സിവിയർ ആയിട്ട് നമ്മൾ കിഡ്നി രോഗം, കിഡ്നി ഫെയിലിയർ കൂടിയ പേഷ്യൻസിന്, അതായത് ICUലൊക്കെ കിടക്കുന്ന, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനാണ് ഈ CRRT എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. This therapy is used mainly in the intensive care unit for people with a severe kidney failure. സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനാണ് ഈ തെറാപ്പി CRRT യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത്? CRRT ആണ്. CRRT. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഇത് ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, A machine passes the blood through a tube. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു മെഷീൻ നമ്മൾ പാസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്, ഒരു ട്യൂബിലൂടെ ബ്ലഡിലേക്ക് കടത്തിവിടുക ചെയ്യുന്നത്. ഒരു മെഷീന് ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് കടത്തിവിടും ഒരു മെഷീൻ. ഇനി അവിടെ ഒന്ന് ഇത് നോക്കിയേ, അവിടെ ഒന്ന് ചേഞ്ച് ചെയ്തേ. A machine passes the blood through a tube. Next sentence, it filters. അങ്ങനെ ആക്കി ഒന്ന് വെട്ടിയിട്ട്, it filters, FILTERS, it filters and eliminate. A filter then അല്ല, it filters and eliminate waste product and water. അതെന്ത് ചെയ്യുന്നു? ഇത് ഫിൽറ്റർ ചെയ്ത് വേസ്റ്റ് പ്രൊഡക്ട്സിനെയും വാട്ടർ ഒക്കെ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു മെഷീനാണ് ഇവിടെ, ട്യൂബിലൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തിവിടും. A machine passes the blood through a tube. ഒരു ട്യൂബിലൂടെ ഈ മെഷീൻ ബ്ലഡിലേക്ക് കടത്തിവിടും. ആ മെഷീൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഫിൽറ്റർ ചെയ്യും, അരിക്കും. ആൻഡ് എലിമിനേറ്റ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് വാട്ടർ. വേസ്റ്റ് ആ വാട്ടർ ഒക്കെ ബ്ലഡിൽ നിന്നുള്ളത് ആ മെഷീന് ഫിൽറ്റർ ചെയ്തെടുക്കും. The blood is returned to the body. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റും. Together with the replacement fluid. ആ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് കടത്തിവിടുന്നു. This procedure is performed. അവിടെ എഴുതാ ഡിസ്ചാർജ്ഡ് എന്നല്ല, പെർഫോംഡ്. This procedure is performed. PRFORMED. Performed 12 to 24 hours. കണ്ടോ? 12 to 24 hours ചെയ്യാണ്ട് ഈ പ്രൊസീജിയർ 24 മണിക്കൂറും കണ്ടിന്യൂസ് ചെയ്യാം. Hours a day, normally every day. അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം. അതാണ് CRRT എന്ന് പറയാം. ICUല് ഈ കിഡ്നി ഫെയിലിയർ വളരെ മൂർച്ഛിച്ച ICU കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് CRRT എന്ന് പറഞ്ഞ. CRRT എന്ന് പറയുന്നത് ഒരു മെഷീൻ ഒരു ട്യൂബിലൂടെ ബ്ലഡിലേക്ക് കടത്തി വിടും. അപ്പൊ അത് ഫിൽറ്റർ ചെയ്ത് ബ്ലഡിലുള്ള വേസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കടത്തും. ഇത് എത്ര 12 to 24 hours ചെയ്യാം. അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നല്ല, ഇത് 24 hours ഈ ഡയാലിസിസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, നോർമലി എവരി ഡേ. അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. ഈ 3 ഡയാലിസിസും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തന്നെ ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനിയിപ്പോ നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ് വായിക്കാതിരിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഇന്ന് തന്നെ പിന്നെ അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ കയറി ഇത് ഒന്ന് നോക്കാം. CRRT അല്ലെങ്കിൽ ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, അതിന്റെയൊക്കെ നല്ല ആനിമേഷൻ കിടക്കുന്നുണ്ട്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒക്കെ അതൊക്കെ ഒന്ന് കയറി ഒന്ന് വെറുതെ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, കുറച്ചുകൂടെ ഉള്ള നമ്മുടെ ഈ ചാപ്റ്റർ ക്ലാസ് കൂടെ തീരില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത്? വളരെ കുറച്ച് തന്നെ പഠിച്ചോളൂ. 3 type of access. ഫസ്റ്റ് ഏതായിരുന്നു? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കപ്പീറ്റർ. 3 type of accessകൾ പഠിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, PD. പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു. പിന്നെ അടുത്തത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു. ഏതൊക്കെയാ?
3 type of peritoneal dialysis. അതിന്റെ expanded form പഠിക്കണം. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് APD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് CPD, ഇന്റർമിറ്റന്റ് ഡയാലിസിസ് പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ CRRT എന്ന് പറഞ്ഞു. CRT ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോ ഫിൽട്രേഷൻ. ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നതെന്ന് ചോദിക്കും. ഓപ്ഷൻസ് ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, അടുത്തത് CRRT, നൺ ഓഫ് ദ എബോ. ഇത് ചോദിക്കും. വളരെ സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിനാണ് CRRT ചെയ്യുന്നത്. ഓക്കെ, ഇത് 3 എണ്ണം നിങ്ങൾ വളരെ എന്താ പറയാ, നിങ്ങളൊന്ന് നല്ലോണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്ര ഏരിയ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.